പിതാവുമായിട്ടുള്ള അഭേദ്യ ബന്ധമാണ് എന്നെ സ്വർഗത്തിലെത്തിക്കുന്നത്. ആ പിതാവായ കർത്താവ് നമ്മുടെ ആരെന്നുള്ള ആ ബന്ധം നമ്മൾ സ്ഥാപിച്ചെടുക്കണം. അങ്ങനെയുള്ള ഒരു വ്യക്തിക്കാണ് കർത്താവിൽ നിന്ന് വല്ലതും പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇല്ല എങ്കിൽ നമുക്കൊന്നും പ്രാപിച്ചെടുക്കാൻ കഴിയത്തില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തില് അതിന്റെ 18 മുതലൊന്ന് വായിച്ചാൽ. ഹല്ലേലൂയ, സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 18-ാം മുതലൊന്ന് വായിച്ചാൽ അതിന്റെ 26 വരെ വായിക്കണം. അപ്പോൾ ചില ആളുകൾ പക്ഷവാതം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്നു അവനെ അകത്തു കൊണ്ടുവന്ന് അവന്റെ മുമ്പിൽ വെപ്പാൻ ശ്രമിച്ചു. പുരുഷാര ഹേതുവായി അവനെ അകത്തു കൊണ്ടുചെല്ലുവാൻ വഴി കാണാനിട്ട് പുരമേൽ കയറി ഓളു നീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിന്റെ മുമ്പിൽ ഇറക്കി വെച്ചു. അവിടെ വിശ്വാസം കണ്ടിട്ട് അവൻ, മനുഷ്യ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശാസ്ത്രിമാരും പരീക്ഷന്മാരും ദൈവദൂഷണം പറയുന്ന ഇവനാർ? ദൈവം ഒരുവനല്ലാതെ പാവങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ചിന്തിച്ചു തുടങ്ങി. യേശു അവരുടെ ചിന്തകളെ അറിഞ്ഞവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നതെന്ത്? നിങ്ങളുടെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നതോ ഏതാവുന്നു എളുപ്പമെന്ന് ചോദിച്ചു. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷവാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിലേക്ക് പോവുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവർ കാണുക അവൻ എഴുന്നേറ്റു താൻ കിടന്ന കിടക്കയെടുത്ത് ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. എല്ലാവരും വിസ്മയം പൂണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജയം നിറഞ്ഞവരായി, ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. സ്തോത്രം. കർത്താവേ, ഈ വചനം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവേ രാത്രികാലം വിളമ്പി പെരുമാറാകണം. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണം കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് എന്റെ കർത്താവിന്റെ പുനഃപാദ പീഠത്തിങ്കലാകുന്നു. കർത്താവേ, സ്തോത്രം. ഞങ്ങളുടെ കുറവുകളെ കർത്താവെ ക്ഷമിച്ച് അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ ആലോചന അറിയിച്ച് അവിടുത്തെ വചനം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ശ്രേഷ്ഠതയോടെ മടക്കി അയക്കണം. കർത്താവേ, സ്തോത്രം. ഞങ്ങളുടെ കർത്താവാകുന്നു. ഹല്ലേലൂയ. അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കുവാനും വിടുവിപ്പാനും കഴിവുള്ള ദൈവമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആ പാദത്തിൽ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുടിവരവെല്ലാ തരത്തിലും കർത്താവിന് ആരോഗ്യ പ്രസാദമുള്ളതും കർത്താവെ, അടിയങ്ങൾ ഓരോരുത്തരും അവിടുത്തെ വിടുതൽ പ്രാപിച്ച് ജയത്തോടെ ഈ ഭൂമി പാർക്കുവാൻ ദൈവം സഹായിക്കണം. ദൈവകരങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. സകല വിഷയങ്ങളും അപ്പന്റെ കരത്തിൽ താഴ്ത്തുകയാണ്. പരിശുദ്ധാത്മാവ് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്താട്ട് ഹല്ലേലൂയ കരത്തിൽ താഴ്ത്തി താഴ്ത്തി സമർപ്പിക്കുന്ന മഹത്വം എല്ലാം കർത്താവിന് യേശു കർത്താവിനെ കൊണ്ടുവന്നാണ്. അല്ലെ, നമ്മളിത് ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. ചില ആളുകള് ഹല്ലേലൂയ, സ്തോത്രം, അതിന്റെ 17 നോക്കി അവനൊരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹൂദ്യയിലുമുള്ള സകല ഗ്രാമത്തിൽ നിന്നും ജെറുസലേമിൽ നിന്ന് വന്ന പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഇരുന്നിരുന്നു. ഹല്ലേലൂയ. സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ ഉപദേശിക്കുന്നിടത്തൊക്കെയും പരീശന്മാരും ശാസ്ത്രിമാരൊക്കെയും വന്നിരുന്നിരുന്നു. പക്ഷെ ഒരു കാര്യം, ആരെല്ലാം വന്നിരുന്നാലും ആരെല്ലാം ഹല്ലേലൂയ 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 കർത്താവിന്റെ ശുശ്രൂഷയെ ഹല്ലേലൂയ സ്തോത്രം അഗണ്യമാക്കി ഹല്ലേലൂയ എന്ത് അവന്റെ കുറ്റം കണ്ടുപിടിക്കാൻ വിചാരിച്ച് കടന്നു വന്നാലും ഒരു കാര്യം ഹല്ലേലൂയ അവനൊന്നറിയാം, കർത്താവിന്റെ ഹല്ലേലൂയ അവന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. അവന്റെ ശക്തി ഉള്ളിടത്തോളം ഒരൊറ്റ ശക്തിക്കും അവന്റെ മേൽ അധികാരമില്ല, അവകാശമില്ല. അവനെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പ്രിയമുള്ളവരെ, സ്തോത്രം. വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ശക്തി നമ്മുടെ മേലുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നമ്മളെ ഹല്ലേലൂയ അവർക്ക് പരാജയപ്പെടുത്താമെന്ന് വിചാരിച്ച് അവൻ ഹല്ലേലൂയ പലതും ഹല്ലേലൂയ പ്രവർത്തിച്ചാൽ ഓർക്കണം, ഈ കർത്താവിന്റെ ശക്തി നമ്മളോടുകൂടെ ഉള്ള സമയത്തോളം നമ്മൾ കർത്താവുമായി വിശ്വസ്തരായിരിക്കുന്നുവെങ്കിൽ, അവന്റെ വിശ്വാസത്തിന്റെ സ്ഥിരത നമ്മളിൽ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ഒരൊറ്റ ശക്തിക്കും നമ്മളെ തൊടുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ ഹല്ലേലൂയ ഓർക്കണം. അപ്പോൾ തന്നെയാണ് ഹല്ലേലൂയ ചിലരൊരു പക്ഷപാതക്കാരനെ ഹല്ലേലൂയ കിടക്കയോട് എടുത്തോണ്ട് വരികയാണ്. പക്ഷപാതക്കാരന് യാതൊന്നുകൊണ്ടും അനങ്ങാനൊക്കത്തില്ല. ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ കാലനങ്ങത്തില്ല, കൈ അനങ്ങത്തില്ല, ശരീരം അനങ്ങത്തില്ല. ഹല്ലേലൂയ അതുകൊണ്ടാണല്ലോ അങ്ങനെയാണല്ലോ പക്ഷപാതം എന്ന് പറയുന്നത്.
അതുകൊണ്ട് അവൻ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്തതുകൊണ്ട് ബുദ്ധിമുട്ടി, ചിലർക്കൂടെ ബുദ്ധിമുട്ട് വരുത്തിക്കൊണ്ട് ഹല്ലേലൂയ അനേകർക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ് യാതൊരു വിടുതലുമില്ലാതെ, യാതൊരു സന്തോഷമില്ലാതെ അവന്റെ ജീവിതം ഹല്ലേലൂയ സ്തോത്രം തകർന്ന് തരിപ്പണമായി ഇനിയും ഞാൻ എന്ത് ചെയ്യുമെന്ന് പ്രത്യാശ നഷ്ടപ്പെട്ട ഹല്ലേലൂയ മനുഷ്യനെ ഹല്ലേലൂയ ഹല്ലേലൂയ ചിലര് പൊക്കിയെടുത്തോണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. ഹല്ലേലൂയ അവന്റെ പ്രത്യാശ മുഴുവൻ നഷ്ടപ്പെട്ടു. അവന്റെ ജീവിതം തളർന്ന അനുഭവത്തിലായി. ഓർക്കണമേ, നമ്മുടെയും ജീവിതത്തിൽ പ്രിയമുള്ളവരെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കടന്നു വരാറില്ലയോ? നിരാശ ബാധിച്ച് നമ്മൾക്ക് ഹല്ലേലൂയ ലക്ഷ്യമില്ലാതെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എങ്ങോട്ട് പോകും, ഞാൻ ആരോട് പറയും, വിഷയങ്ങളെ മറ്റുള്ളവരുടെ മുൻപിൽ ഹല്ലേലൂയ പറയുവാൻ കഴിയാത്ത ഹല്ലേലൂയ ഹല്ലേലൂയ വേദനകൾ, ഭാരങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ചിലപ്പോൾ കടഭാരമാകാം, ചിലപ്പോൾ മറ്റു വല്ലതുമാകാം, ചിലപ്പോൾ ഞെരുക്കമാകാം, ഹല്ലേലൂയ ആക്ഷേപമാകാം, ഹല്ലേലൂയ പരിഹാസമാകാം. വിവിധ രീതിയിലുള്ളതായ തളർച്ചകൾ നമ്മളെ ബാധിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഓരോ ലക്ഷ്യവും എത്തുവാൻ ഒരു പഴുതില്ലാതിരിക്കുമ്പോൾ, ആകെ തളർന്നവരായിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ചിലർ ഹല്ലേലൂയ നമ്മളെ ഹല്ലേലൂയ രക്ഷിക്കാമെന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്തുവാൻ തക്കവണ്ണം കടന്നു വരുന്ന അനുഭവം. പക്ഷെ പ്രയോജനമുണ്ടോ? ഹല്ലേലൂയ സ്തോത്രം അവനെ പൊക്കിയെടുത്തോണ്ട് വന്നപ്പോൾ കടക്കുവാൻ കഴിയാത്ത പ്രതികൂല സാഹചര്യം അവിടെയും സാത്താൻ കൊണ്ടിട്ടിരിക്കുക. സ്തോത്രം ഓർക്കണം, ഇതിനെ ഹല്ലേലൂയ പക്ഷപാതക്കാരനെ അവന്റെ ജീവിതത്തിൽ അവന്റെ സകല ലക്ഷ്യവും നഷ്ടപ്പെട്ടു. അവനിനി ഒരു പ്രത്യാശയ്ക്ക് വഴിയില്ല. കാരണം അവന്റെ അവയവങ്ങൾ ഹല്ലേലൂയ തളർന്നു പോയി. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. അവന്റെ ബന്ധുമിത്രാദികള് ഹല്ലേലൂയ അവന്റെ ഹല്ലേലൂയ മക്കളായിരിക്കാം, ഭാര്യയും ഹല്ലേലൂയ ഹല്ലേലൂയ അവന് ബന്ധപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം. അവർ ഹല്ലേലൂയ കർത്താവിന്റെ അടുക്കലേക്ക് അവനെ കൊണ്ടുവരികയാണ്. പക്ഷെ കൊണ്ടുവന്നപ്പോഴെന്താണ് അവിടെ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ കൊണ്ടുവന്നപ്പോൾ ഹല്ലേലൂയ അവനെ അങ്ങോട്ട് കടക്കാൻ മനുഷ്യനെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്ന് അവനെ കാരണം ഓർത്തു നോക്കിക്കേ, കട്ടിലോടെ എടുത്തോണ്ട് വരുന്നത്. അല്ലെങ്കിൽ അവൻ കിടന്ന ബെഡ്ഷീറ്റോട് അവർ 4 വശത്തും ബെഡ്ഷീറ്റ് പൊക്കി എടുത്തോണ്ട് വരുവാന്ന് നോക്കാൻ ചിന്തിക്കാം. എങ്ങനെയായാലും അവനെ ഹല്ലേലൂയ സ്ട്രെച്ചറിൽ എടുത്തോണ്ട് വന്നായിരിക്കും ഏത് വിധത്തിലേക്കോ ആട്ട് കർത്താവിന്റെ അടുക്ക കൊണ്ടുവന്നപ്പോൾ ഹല്ലേലൂയ അവനെ അകത്ത് കൊണ്ടുവന്ന് അവന്റെ മുമ്പിൽ വെക്കുവാൻ ശ്രമിച്ചു. പക്ഷെ ഒരു തരത്തിലും ഒക്കത്തില്ല. കാരണം കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ പോലും ഹല്ലേലൂയ പല തടസ്സമായിട്ടിരിക്കുകയാണ്. പല തടസ്സങ്ങൾ അവന്റെ ജീവിതത്തിലുണ്ട്. സ്വർഗത്തിലെ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ പോലും ഈ പക്ഷപാതക്കാരന് കഴിയാത്ത വിധത്തിൽ പല തടസ്സങ്ങളും പ്രതികൂലങ്ങളും അവന്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ ഓടിച്ചെന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ പ്രിയമുള്ളവരെ സാധ്യമല്ല. ഹല്ലേലൂയ ഓർക്കണം, ഹല്ലേലൂയ നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന ഒന്ന് വലിയതാണെന്ന് ബൈബിൾ പറഞ്ഞിരിക്കുക നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. സ്തോത്രം നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. സ്തോത്രം കർത്താവേ ഹല്ലേലൂയ സ്തോത്രം. അവനെ കൊണ്ടുവന്ന് ഹല്ലേലൂയ അങ്ങോട്ട് പെട്ടെന്ന് കൊണ്ടുവയ്ക്കുവാൻ ഹല്ലേലൂയ വിടുതൽ പ്രാപിപ്പാൻ സാധ്യമല്ല. നമ്മൾ ഓരോരുത്തരും ചില പ്രശ്നങ്ങളുടെ മുമ്പിൽ പെട്ടെന്ന് കർത്താവേ നീ വിടുതൽ തരണമെന്ന് പറഞ്ഞ് ഉപവസിച്ച് പാദത്തിൽ കിടക്കാറുണ്ട്. നമ്മൾ കർത്താവിനോട് ചോദിക്കാൻ എന്താ കർത്താവേ എനിക്ക് വിടുതലില്ലാത്തെന്ന് ചോർക്കണം. ഹല്ലേലൂയ കർത്താവിന്റെ അടുക്കല് പെട്ടെന്ന് ഓടിച്ചെന്ന് വിടുതൽ പ്രാപിക്കുവാൻ ഒക്കത്തില്ല. കാരണം നമ്മളെ ഹല്ലേലൂയ നമ്മുടെ ഉള്ളങ്ങളെയും ഉൾപ്പുടലങ്ങളെയും ആരാഞ്ഞറിയുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ ഓർക്കണം കേട്ടോ, നമ്മളെങ്ങനെയുള്ളവരെന്ന് നന്നായി അറിഞ്ഞിട്ടാണ് അവന്റെ പക്കൽ നിന്നുള്ള വിടുതൽ നമ്മളിലേക്ക് കടന്നു വരുന്നത്. സ്തോത്രം. നമ്മൾ നോക്കുമ്പോൾ സാഹചര്യം നല്ലതായിരിക്കാം. ഹല്ലേലൂയ യാതൊരു കുഴപ്പമില്ല, കർത്താവ് റെസ്റ്റ് എടുത്തോണ്ട് അവിടെ ഇരിക്കുകയോ എന്തെങ്കിലും ഒരു കാര്യം ഓടി പറഞ്ഞാൽ നമ്മളെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുക. കാരണം ഞാനാണ് ഏറ്റവും വലിയ വിശുദ്ധ, എന്റെ പ്രാർത്ഥന അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ ഓടൻ മറുപടി തരുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കും ഞാൻ കർത്താവിന്റെ പാദപീഠത്തോട്ട് എന്ന് മുഴങ്കാലം മടക്കി അവേ എനിക്ക് ഇന്ന വിഷയങ്ങൾ ഒരുപാട് ഞാൻ അങ്ങോട്ട് നിരത്തി വെച്ചിട്ട് ഏറ്റവും കഠിനമേറിയ പെട്ടെന്ന് ശത്രുവിനെ തകർത്ത് കളയുവാനുള്ള ആജ്ഞയുമായിട്ടാ ഞാൻ അങ്ങോട്ട് ചെല്ലുന്നിരിക്കട്ടെ. കർത്താവ് എന്റെ ആലയം മുഴങ്കാലം മടക്കുമ്പോൾ തന്നെ
ഞാൻ ഓടിച്ചെന്ന് മഴക്കാലം അടക്കാൻ ചെല്ലുമ്പോൾ തന്നെ നന്നായി എന്നെ അറിയാവുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. വാഴ്ത്തപ്പെട്ട കർത്താവ് ഓർക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അവൻ എന്നെ ഒന്ന് നോക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. എവിടെ വിടുതൽ കിട്ടണമോ അവിടെ കർത്താവിനോടുള്ള വിശ്വാസത്തിന്റെ സ്ഥിരത നമ്മളിൽ വർദ്ധിച്ചിട്ട് അല്ല എങ്കിൽ ഒരു വിടുതലും കിട്ടത്തില്ല. 18 വർഷക്കാലം രക്തസ്രാവമായിരുന്ന സ്ത്രീ, അവള് പലപ്പോഴും കർത്താവിനെ ഹല്ലേലൂയ 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 കർത്താവിനെ കുറിച്ച് അവള് കേട്ടിട്ടുണ്ട്. കർത്താവ് വിടുവിക്കുമെന്ന് അവൾക്ക് നന്നായി അറിയാം. പക്ഷെ ഒരു കാര്യം, പലതിലും അവള് ഹല്ലേലൂയ ലോകത്തിന്റെ മാന്യതയോർത്ത് ഈ കർത്താവിന്റെ തന്നിലേക്ക് കടന്നു ചെല്ലുവാൻ അവള് മടി കാണിച്ചിരുന്നു. കാരണം എവിടെ പോയാലും എങ്കിൽ ഈ കർത്താവിനെ കണ്ടുമുട്ടുന്നതിനാ തടസ്സം. ഓർക്കണം, ഏതെങ്കിലും ഒരു ദൈവ പൈതല് ഈ അനുഭവത്തിൽ കടന്നു വരുവാൻ ഇന്നും ലോകത്തെ ഭയങ്കര തടസ്സങ്ങളും പ്രതികൂലങ്ങളുമാണ്. കാരണം ഒരൊറ്റ ഒരെണ്ണം കടന്നു പോകാൻ ഹല്ലേലൂയ സ്വന്തക്കാർ അനുവദിക്കത്തില്ല, മാതാപിതാക്കന്മാർക്ക് ഇഷ്ടമല്ല, ഭർത്താക്കന്മാർക്ക് ഇഷ്ടമല്ല, ഭർത്താവിന് ഇഷ്ടമല്ല, മക്കൾക്ക് ഇഷ്ടമല്ല. സ്തോത്രം. ഓർക്കണം, പലരും ആ പ്രതികൂലങ്ങളെ തരണം ചെയ്ത ഇന്ന് കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ രാത്രികാലം പ്രിയമുള്ളവരെ ഒത്തുകൊള്ളണം. ഈ കർത്താവിനെ ഹല്ലേലൂയ ആര് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഈ വാഴ്ത്തപ്പെട്ട കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിയിട്ടുണ്ടോ അവരെല്ലാവരും അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ രാത്രികാലം നമ്മൾ ഹല്ലേലൂയ പ്രത്യേകം ഓർക്കണം. ഈ ഹല്ലേലൂയ ഈ കർത്തന്റെ അടുക്കലേക്ക് വിശ്വാസത്തിന്റെ ഹല്ലേലൂയ സ്ഥിരതയോടെ കടന്നിയെന്ന് പാദത്തിൽ വീണിട്ടുള്ള ആരെയും കർത്താവ് ഹല്ലേലൂയ കൈവിട്ടിട്ടില്ല. ഹല്ലേലൂയ. സ്തോത്രം. രക്തസ്രാവസ്ത്രീയും കടന്നിയെന്നു. അവക്കൊരു കാര്യം ഉണ്ടായിരുന്നു, ആരും അറിയാതെ ഒരു വിടുതൽ വേണം. പ്രിയമുള്ളവരെ, ആരും അറിയാതെ കർത്താവ് വിളിച്ചാലും സ്വർഗത്തിലെ ദൈവത്തിന് സാക്ഷിയാകണം. ഹല്ലേലൂയ. സ്തോത്രം. അതിന്മണമേ കർത്താവ് പ്രവർത്തിക്കത്തുള്ളൂ. ഓർക്കണം കേട്ടോ, അനേകർക്ക് വിടുതൽ വേണം. പക്ഷേ കർത്താവിന്റെ മുൻപിൽ സാക്ഷി പറയുവാൻ മടിച്ചാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി പിന്നീട് നമുക്ക് വെളിപ്പെടത്തില്ല. ഒത്തുകൊള്ളണം കേട്ടോ. നമ്മൾക്ക് വെളിപ്പെടണമെങ്കിൽ നമ്മൾ കർത്താവിന് എന്തെല്ലാം നമുക്ക് തന്നിട്ടുണ്ടോ അത് സ്വർഗത്തിലെ ദൈവത്തിന് മുമ്പിൽ നിരത്തി വെച്ച് നന്ദിയുള്ളവരായി ഹല്ലേലൂയ മറ്റുള്ളവരോട് പറയണം, എന്റെ കർത്താവ് എന്നെ നടത്തിയത്, അവനാണ് എനിക്ക് സകലതും തന്നത്, അവൻ തന്നതല്ലാതെ എനിക്ക് യാതൊന്നുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പട്ടിണിയുടെ കാലത്ത്, യാതൊരു വിടുതലുമില്ലാത്ത കാലത്ത്, കഷ്ടതയുടെ കാലത്ത്, ആരും നമ്മളെ തിരിഞ്ഞു നോക്കാത്ത സ്ഥാനത്ത്, ആരും ഹല്ലേലൂയ ഒരു ഉപകാരവും ചെയ്യാത്ത സ്ഥാനത്ത്, ഹല്ലേലൂയ പലരുടെയും കരത്തിൽ ആശ്രയിച്ചപ്പോൾ പലരും കൈമടക്കി നമ്മളെ ഹല്ലേലൂയ കണ്ടില്ലെന്ന് നടിച്ച സ്ഥാനത്ത് നമ്മളെ കണ്ട് വേണ്ടുന്നത് തന്ന് പോഷിപ്പിച്ച് നടത്തിയ ഒരപ്പന് നമ്മുടെ കർത്താവല്ലാതെ മറ്റാരുണ്ട്? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ കർത്താവിനെ സാക്ഷീകരിക്കാൻ നമ്മൾ എന്തിനാണ് മടിക്കുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. സത്യമായത് സാധ്യമാക്കി തന്ന ആ കർത്താവിനെ ഉയർത്തുവാൻ നമ്മൾ മടി കാണിക്കരുത്. അത് ഉയർത്തും തോറും അവൻ വീണ്ടും വീണ്ടും സ്വർഗീയ കാരുണ്യയുടെ കരം നമ്മളെ മേൽച്ചുവരിക. സ്തോത്രം. നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. കർത്താവിനോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ദൈവം എന്ത് ചെയ്താലും മറന്നു കളയരുത് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കർത്താവ് വലിയവനായ ദൈവമാണ്. ഹല്ലേലൂയ. അവൻ നമുക്ക് തരുന്നത് ഓർക്കണം. ഹല്ലേലൂയ. തന്നിട്ട് നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കും നമ്മളെ നോക്കാറുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ നന്ദിയുള്ളിടത്താണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. നമ്മളെ ഒരു കാര്യത്തിൽ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ അടുത്തത് തരുവാൻ സ്വർഗം കരം നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നിനക്ക് വേണ്ടിയത്? ഏത് കാര്യമാണ് നിനക്ക് വേണ്ടിയത്? തരുവാൻ സ്വർഗം ഹല്ലേലൂയ കരവുമായി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ രാത്രികാലം ഹല്ലേലൂയ ആ പക്ഷപാതക്കാരനെ എല്ലാവരും ഉൾക്കൊള്ളിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. പക്ഷെ അവനെ അത്തോട്ട് പെട്ടെന്ന് കടന്നു ചെല്ലാൻ കഴിയാതെ ഹല്ലേലൂയ എത്ര തിരക്കേറിയ അനുഭവത്തിലാണ് വാഴ്ത്തപ്പെട്ട കർത്താവായിരിക്കുന്നത്. കാരണം ഇവർക്ക് പെട്ടെന്ന് കൊണ്ട് ഈ കിടക്ക അങ്ങോട്ട് കൊണ്ടുവന്ന് കർത്താവിന്റെ മുൻപിലോട്ട് വെക്കുവാൻ തടസ്സമായി. ഹല്ലേലൂയ. ഓർക്കണം, തടസ്സമായതുകൊണ്ട് ഹല്ലേലൂയ കൊണ്ടുവരുവാൻ കാണാത്ത പൂരമേ കയറി. ഹല്ലേലൂയ. സ്തോത്രം. ഒരു പുരയുടെ മുകൾ ഇറക്കണമെങ്കിൽ നമുക്കറിയാമല്ലോ. സ്തോത്രം. പട്ടികയുണ്ട്, കഴുക്കോലുണ്ട്, ഓറുണ്ട്. അല്ലെ അന്നത്തെ കാലത്ത് പുല്ലാരിക്കുന്നുണ്ടോ അവിടെയൊക്കെ മേഞ്ഞു വെച്ചിരിക്കുന്നത്. സ്തോത്രം. എന്തായാലും ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ഹല്ലേലൂയ തകർത്തെടുത്തുകൊണ്ട് അവന്റെ വിശ്വാസം
എന്നെങ്കിൽ ഏത് പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും അതിനെ അതിജീവിച്ച് കർത്താവായ യേശു കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഞാനും നിങ്ങളും ആഗ്രഹിച്ച പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, അവിടെ നമുക്ക് വിടുതലാണ്, നമുക്ക് അനുഗ്രഹമാണ്. സ്തോത്രം. അവനെ ഹല്ലേലൂയ പുരയുടെ മുകൾ അവരുടെ വിശ്വാസമാണത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളതിനെ വിചാരിക്കും, എടുത്തോണ്ട് പോയി ആശുപത്രിയിലെങ്ങാനും കൊണ്ടുപോകാം. കാരണം ഈ ജനത്തിന്റെ ഇടയിൽ എങ്ങനെയാ നമ്മള് ഈ കിടക്കയുമായിട്ട് അങ്ങോട്ട് കയറി ചെല്ലുന്നത്? അവൻ പുരയുടെ മുകളിലൊന്നും കയറാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരുത്തന്റെ പുരമുകൾ ഇളക്കിയാലുള്ള ഫലം എന്താ നമുക്കറിയാമല്ലോ. ഇരട്ടി ചോദിക്കും. എന്റെ പുര ഇളക്കി ഇത്രയും കഷ്ടനഷ്ടം വരുത്തിയെങ്കിൽ ഇതിന്റെ ഇരട്ടി നന്മ പ്രാപിക്കാൻ ആ വീട്ടുകാരായിരുന്നു. ഓർക്കണം. ഹല്ലേലൂയ. ദൈവിക വിടുതലിന്റെ മുൻപില് ഒരു തടസ്സങ്ങളും പ്രതികൂലങ്ങളും പ്രിയമുള്ളവരെ ഒരിടത്തൊന്നും വരത്തില്ല. സകലതും അനുകൂലമാക്കിയ കർത്താവ് പ്രവർത്തിക്കുന്നത്. ഓർക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ചെങ്കടലിൽ ഹല്ലേലൂയ, സ്തോത്രം കടന്നു വന്ന ജനം ഹല്ലേലൂയ മിസ്രയീമിലെ പ്രവൃത്തികളെ മറന്നുപോയി. മിസ്രയീമിൽ കർത്താവ് പ്രവർത്തിച്ച അത്ഭുത പ്രവൃത്തി കണ്ട ഇസ്രായേൽ ഹല്ലേലൂയ ചെങ്കടലിന്റെ അടുക്ക വന്നപ്പോൾ കർത്താവ് പ്രവർത്തിച്ചതെല്ലാം മറന്നുപോയി. സ്തോത്രം. ഹല്ലേലൂയ. ദൈവപുരുഷനായ മോശയോട് പിറുപിറുക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവപുരുഷനായ ഹല്ലേലൂയ മോശയും ജനത്തിന്റെ പിറുപിറുപ്പ് മുഖാന്തരം അതുവരെ വിശ്വസ്തയോടെ നിന്ന് വിശ്വാസത്തോടെ നിന്ന് പ്രവർത്തിച്ച അത്തികാരത്തോടെ നിന്ന ദൈവദാസനും തക്ക സമയത്ത് മനം കലങ്ങിപ്പോയി. സ്തോത്രം. ഹല്ലേലൂയ. ഓർക്കണം. ദൈവകൃപയുടെ മുൻപില് ജനത്തിന്റെ പിറുപിറുപ്പ് മുഖാന്തരം ഹല്ലേലൂയ ദൈവദാസന്റെ മനം ഇളകിപ്പോയി. എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ഹല്ലേലൂയ തന്റെ ഹല്ലേലൂയ ഇതുവരെ ചെയ്തൊക്കെയും അല്പസമയം മോശ ഒന്ന് മറന്നു. ഹല്ലേലൂയ. മോശ ഹല്ലേലൂയ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഞാൻ എന്ത് ചെയ്യണം? മോശയോട് കർത്താവ് പറഞ്ഞു, എടാ മണ്ട, ഇതുവരെ നിന്നെ നടത്തി നിന്നെ കൂടെ പ്രവർത്തിച്ച എന്റെ ശക്തിയുടെ ആഴം നിനക്ക് ഹല്ലേലൂയ സ്തോത്രം. നീ ഒരിക്കലാടിനെ മേയിച്ച ഹല്ലേലൂയ വടിയിൽ എന്റെ ശക്തി അയച്ച് എന്റെ അഭിഷേക ശക്തിയുടെ ആഴം ആ വടിയിൽ കൂടെ നീ വെളിപ്പെട്ട് കണ്ടവനെങ്കിൽ ഈ ചെങ്കടലിന്റെ മുമ്പിൽ നീ എന്തിനാണ് ആ വടിയും പിടിച്ചോണ്ട് ഹല്ലേലൂയ നിരാശനായിട്ട് നിൽക്കുന്നത്? നിന്നിലുള്ള ശക്തി എന്റെ അഭിഷേക ശക്തി ഹല്ലേലൂയ വടിയിലുള്ളപ്പോൾ നിന്നിലുള്ളപ്പോൾ നീ എന്തിനാണ് ഈ ചെങ്കടലിന്റെ മുൻപിൽ വന്ന് ഹല്ലേലൂയ സ്തോത്രം ഭാരപ്പെടുന്നത്? നീ ഹല്ലേലൂയ നിന്റെ കാര്യത്തിലുള്ള ഹല്ലേലൂയ വടിയൊന്നും നീട്ട ചെങ്കടലിന്റെ മേൽ. ഹല്ലേലൂയ സ്തോത്രം. ഈ പ്രതികൂല ശക്തികളെ കണ്ട് ഈ പ്രതികൂല ശക്തി കണ്ട് പ്രിയമുള്ളവരെ നമ്മൾ മൗനമായിരിക്കാനല്ല നമ്മുടെ കർത്താവ് നമുക്ക് ഈ അധികാരം തന്നിരിക്കുന്നത്, ഈ ശക്തി തന്നിരിക്കുന്നത്. ഞാനും നിങ്ങൾ ഒരു ദൈവ പൈതലാണെങ്കിൽ ഹല്ലേലൂയ ഒരു പിതാവിന്റെ മകനാണെങ്കിൽ എന്റെ ഹല്ലേലൂയ മകൻ എന്റെ ഹല്ലേലൂയ മകനാണെങ്കിൽ ഞങ്ങൾക്കുള്ള സകല അവകാശ മുതലിനും അവൻ അവകാശിയാണ്. ഹല്ലേലൂയ. ചെറുപ്രായം മുതൽ അവൻ ഞങ്ങളുടെ സ്വഭാവങ്ങള് ഞങ്ങളുടെ പ്രകൃതികള് ഞങ്ങൾ അവനെ വളർത്തിയ രീതികളെ കണ്ടു വളർന്നവനാണ്. അങ്ങനെയെങ്കിൽ പിന്നെ ചില കാര്യങ്ങൾ വരുമ്പോൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഹല്ലേലൂയ. ഓർക്കണം, നമ്മുടെ പിതാവായ കർത്താവ്, നമ്മുടെ വട്ടപ്പെട്ട യേശു കർത്താവ്, നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം എല്ലാ സ്ഥാനത്തും നമ്മളെ നടത്തിയ വഴികളെ ഓർത്തോണം. ആ നടത്തിയ വഴിയിൽ തന്നെ നമ്മളെ വീണ്ടും നടത്താൻ കർത്താവ് ശക്തനാണ്. എനിക്ക് ഏതെങ്കിലും ഒരു കാര്യം എന്റെ കർത്താവ് ചെയ്താണെങ്കിൽ ഞാൻ കർത്താവിനോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, കർത്താവേ ഈ കാര്യം നീ എനിക്ക് നടത്തി തന്നതെങ്കിൽ ആ കാര്യം നടത്തി തന്ന കർത്താവേ ഈ വിഷയത്തിന് നീ മതിയായ ദൈവമാ. സ്തോത്രം. ശക്തനായ കർത്താവ്. ഏത് വിഷയം വന്നോ അവിടെ നമ്മളെ സഹായിക്കുവാൻ കർത്താവ് ശക്തനാ. പ്രിയമുള്ളവരെ ഹല്ലേലൂയ. അതേത് തടസ്സമാകട്ടെ, ഏത് ഹല്ലേലൂയ കോട്ടയാകട്ടെ, മതിലാകട്ടെ, വേലിയാകട്ടെ, ഒരിക്കലും ഹല്ലേലൂയ തുറക്കുവാൻ കഴിയാത്ത, ഒരിക്കലും കടക്കുവാൻ കഴിയാത്ത ഹല്ലേലൂയ ഏത് കോട്ടയായാലും തകർത്തെടുക്കുവാൻ കഴിവുള്ള കർത്താവാണ് നമ്മുടെ ദൈവം. അതാണല്ലോ യെരിഹോ മതിലിടിയുവാൻ ഹല്ലേലൂയ വലിയ സൈന്യമായിട്ട് ചെന്നാട്ട് ഹല്ലേലൂയ നമ്മൾ കാലയിലെ വചനത്തിൽ ഹല്ലേലൂയ നമ്മൾ അറിഞ്ഞിട്ടില്ല. കാരണം അവിടെ ഉണ്ടായിരുന്നത് പുരോഹിതന്മാരും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ജനവും ഹല്ലേലൂയ പ്രഭുക്കന്മാരും
ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞതുപോലെ തന്നെ 7 പ്രാവശ്യം മതിൽ ചുറ്റി ആരാധിച്ചപ്പോൾ ആ മതിൽ ഹല്ലേലൂയ വിടിഞ്ഞു വീണെങ്കിൽ സ്തോത്രം. ഈ കർത്താവിന്റെ ശക്തി എത്ര വലിയതാണ്. ഹല്ലേലൂയ. പനിയൊന്ന് മാറിയതല്ല കർത്താവിന്റെ ശക്തി, തലവേദന മാറിയതല്ല. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. പനിയും തലവേദനയും മാറ്റുമ്പോൾ ക്യാൻസർ വരുത്തിയാൽ നീ ക്യാൻസറിന് മേൽ ജയമെടുക്കണം. അതാണ് കർത്താവിനോടുള്ള ഭക്തിയും വിശ്വാസവും. ഹല്ലേലൂയ. പനിക്കും തലവേദനയ്ക്കും നല്ലതാണ്, പക്ഷെ ക്യാൻസർ വന്ന് ആശുപത്രി പോകണം. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ളവരെ, ക്യാൻസറിനും കർത്താവ് നല്ലവനാണ്. മരിച്ചാലും ജീവിച്ചാലും എന്റെ കർത്താവ് നല്ലവനെന്ന് പറയുന്ന തന്റെ മക്കൾക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. പനിയല്ല തലവേദന, തലവേദനയല്ല ക്യാൻസർ. ഹല്ലേലൂയ. ഇത് ചിന്തിക്കുന്ന എനിക്ക് നിങ്ങൾക്ക് എവിടെ വിടുതൽ കിട്ടാനാ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പനിക്ക് വിടുതൽ തന്ന കർത്താവ്. ഹല്ലേലൂയ. ചെറുതും വലുതുമായ കാര്യത്തിന് അവൻ വിശ്വസ്തനായ ദൈവം തന്നെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഏത് രോഗമായിരുന്നാലും, ഏത് കഷ്ടമായിരുന്നാലും, ഏത് കോട്ടയായിരുന്നാലും എന്റെ കർത്താവിന് അതൊന്നും ഒരു പ്രശ്നമല്ല. പ്രിയമുള്ളവരെ, അവന്റെ സന്നിധിയിൽ ഞാനും നിങ്ങളും വിശ്വസ്തയോടെ ഹല്ലേലൂയ നിൽക്കുന്നുവെങ്കിൽ അവിടെയാണ് കർത്താവിന്റെ വിടുതൽ നടക്കുന്നത്. ഇന്ന് രാത്രിക്കാലം നമ്മൾ ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. ഇവര് വിശ്വസ്തരായി ഹല്ലേലൂയ അവനെ ഹല്ലേലൂയ വിശ്വാസത്തോടെ ചെല്ലുന്നു. ഇവന്റെ അടുക്കൽ എങ്ങനെയെങ്കിലും കൊണ്ടുവച്ചാൽ വിടുതൽ ലഭിക്കും. അതുകൊണ്ട് വീട്ടുകാരുടെ പ്രതികൂലം നോക്കിയില്ല, അവരെന്ത് ചെയ്യുമെന്ന് നോക്കിയില്ല. അവരുടെ വീട് തകർത്താൽ ഞങ്ങളോട് എന്ത് പ്രതികാരമാണ്, പ്രതിക്രിയയാണ് അവർ ചെയ്യുന്നതെന്ന് അവരോർക്കാൻ പോയില്ല. അവർക്ക് ഒറ്റ കാര്യം, ഈ കർത്താവിന്റെ അടുക്കൽ ഓടിച്ചെന്നാൽ ഈ ഹല്ലേലൂയ ഈ രോഗിയായിരിക്കുന്നവർ ഒരു വിടുതൽ പ്രാപിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങൾ ഒന്നും നോക്കാതെ, ആള് നോക്കാതെ, ബഹളം നോക്കാതെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സാഹചര്യം നോക്കാതെ, ഹല്ലേലൂയ, പ്രൗഢി നോക്കാതെ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഇന്ന ആളാണെന്നോ നോക്കാതെ, ഇന്ന കുടുംബമാണെന്നോ നോക്കാതെ, ഹല്ലേലൂയ, ഒരു കർത്താവിന്റെ അടുക്കലേക്ക് ഈ എങ്ങനെയെങ്കിലും എനിക്ക് വിടുതൽ പ്രാപിക്കണമെന്ന് വിചാരിച്ച് ആ കർത്താവിന്റെ അടുക്കലേക്ക് അവർ ചെന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവർ ആ വീടിന്റെ മേൽക്കൂര ഇളക്കി. ഹല്ലേലൂയ, നോക്കിക്കേ, ആ കിടക്ക മേൽക്കൂര ഇളക്കി താഴെ വരണമെങ്കിൽ ഹല്ലേലൂയ അതിസൂക്ഷ്മതയോടെ ചെയ്യണം. ഇല്ലെങ്കിൽ ഹല്ലേലൂയ ഒന്നുകൂടെ പക്ഷപാതക്കാരനാണ്. കാരണം കിടക്കയെന്ന് വീഴുവോ, ഹല്ലേലൂയ ആ കിടക്കയൊന്ന് മറിഞ്ഞു പോവുകയോ കൈമോശം അത് എന്ത് വരാനും നോർത്ത് നോക്കിയേ. അത്രമാത്രം അതിസൂക്ഷ്മതയോട്, അത്രമാത്രം കഷ്ടപ്പാടോട്, വ്യക്തപ്പാടോട്, അസാധ്യമായ അനുഭവത്തോടെ അവരെ കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാണ്. സ്തോത്രം. ഞാനും നിങ്ങളും കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനാരുമല്ല, എന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ എനിക്കുള്ളവൻ. സ്തോത്രം. ഞാനേ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനെ ആർക്കും കർത്താവിന് വേണ്ട. ഹല്ലേലൂയ. എന്ന് ഒരുപാട് കാര്യങ്ങളെ നോക്കിയാൽ പ്രിയമുള്ളവരെ നിങ്ങൾ ചിന്തിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഒരു പ്രസംഗത്തിൽ ഒരു ഹല്ലേലൂയ നമ്മൾ സ്വർഗത്തോട് അടുക്കത്തില്ല. ഒരു ഹല്ലേലൂയ പ്രവചനത്തിൽ സ്വർഗത്തോട് ഞാനും നിങ്ങളും അടുക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. കുറെ ദൂത് കേട്ടാലോ, ഹല്ലേലൂയ, അപ്പോൾ നമ്മളൊന്ന് സന്തോഷിക്കും. കർത്താവേ സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. നീ ഹല്ലേലൂയ, സ്തോത്രം, നിന്നെ വാലല്ല തലയാക്കുമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ നമ്മൾ സ്വർഗത്തിൽ പോകുമെന്ന് ചിന്തിക്ക പോലും ചെയ്യരുത് കേട്ടോ. സ്വർഗത്തിൽ പോകണമെങ്കിൽ ആ യേശു കർത്താവുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കണം. അവിടെയാണ്. ദൂത് കേട്ടാൽ സ്വർഗത്തിൽ പോകത്തില്ല. ഹല്ലേലൂയ. പ്രസംഗം കേട്ടാൽ സ്വർഗത്തിൽ പോകത്തില്ല. കാരണം പ്രസംഗം വചനം കേട്ടാൽ എന്റെയും നിങ്ങളുടെയും ഹൃദയം രൂപാന്തരപ്പെടാനാണ്. ഹല്ലേലൂയ, സ്തോത്രം. രൂപാന്തരപ്പെട്ടില്ലേ ഒരു പ്രയോജനവുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. വിടേണ്ടത് വിട്ട് സ്വർഗത്തിലെ ദൈവത്തോട് അടുക്കണം. നാളെ അത് തന്നെ കാണിച്ചാൽ നാളെ ഈ പരിപാടി തന്നെ മുന്നോട്ട് പോകും. കർത്താവിന്റെ വരവ ഏറ്റവും ആസന്നമായി. കർത്താവിന് വേണ്ടുന്നത് ആലയിലെ വിളക്കിൽ എണ്ണയുള്ളവരെയാ. സ്തോത്രം. ഹല്ലേലൂയ. എണ്ണയുണ്ടെന്ന് നടന്ന് ഹല്ലേലൂയ അനവധി വചനം കേട്ട് ഇതെല്ലാം എന്റെ ഹൃദയത്തിലോട്ട് ഹല്ലേലൂയ അപ്പൊ കേൾക്കുമ്പോ കേട്ടോണ്ടിരുന്ന സ്തോത്രം ഹല്ലേലൂയായി പറയും നമ്മൾ ഓരോരുത്തരും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഹല്ലേലൂയ വിളക്കിൽ എണ്ണയുണ്ടോ? ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ എണ്ണയുള്ളവരുടെ നടന്നാൽ കർത്താവ് എടുക്കുമോ? ഇല്ല. സ്തോത്രം. 5 കന്യകമാര്
ഹല്ലേലൂയ 10 കന്യകമാര് ഒരുപോലെ ഇറങ്ങിയതാണ്. 5 പേരുടെ ഹല്ലേലൂയ വിളക്കിൽ എണ്ണ ഉണ്ടായിരുന്നു. 5 പേരുടെ വിളക്കില് ഹല്ലേലൂയ അല്പമായതേ കാണുകയുള്ളൂ. കാരണം ഇരിക്കുന്ന ഉടനെ അന്യഭാഷ ശരിക്ക് വരും. ഹല്ലേലൂയ സ്തോത്രം. ഇരിക്കുന്നിടം മറന്നങ്ങ് ആരാധിക്കും. ഹല്ലേലൂയ ഓർക്കണമേ പ്രിയമുള്ളവരെ, ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. പല പ്രവൃത്തികളൊക്കെ ഞാൻ ചെയ്ത് ദൈവത്തിന്റെ തന്നി പ്രസാദത്തോടെ പോവുകയാണ്. പക്ഷെ ഒരു കാര്യം, കർത്താവ് വരുമ്പോ എന്റെ വിളക്കിൽ എണ്ണയില്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, അവന്റെ വരവെങ്കിൽ എന്റെ വിളക്ക് കത്തത്തില്ല. സ്തോത്രം. ഞാൻ ഹല്ലേലൂയ വിളക്ക് കത്താതിരുന്നാൽ സ്തോത്രം ഹല്ലേലൂയ എന്റെ കർത്താവിന്റെ അടുക്കൽ കടന്നു ചെല്ലുവാൻ ഹല്ലേലൂയ സത്യമല്ല പ്രിയമുള്ളവരെ. അതാണ് നിന്റെ ഹല്ലേലൂയ കെട്ടിയും വിളക്ക് കത്തിയും ഇരിക്കണം. ഹല്ലേലൂയ അരമുറുകിയിരിക്കണം. എങ്ങനെയാണ്? കർത്താവിന്റെ ശക്തിയാൽ അരമുറുകിയിരിക്കണം. അവന്റെ ആത്മാവിനാൽ വിളക്ക് കത്തിയിരിക്കണം. ഹല്ലേലൂയ ആത്മീയ ശക്തിയും ആത്മീയ ഹല്ലേലൂയ സത്യ ഹല്ലേലൂയ അരമുറുക്കിയും ആത്മാവിന്റെ ശക്തിയാൽ തേജസ്സോട് ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട ഒരു പൈതലാണ് സ്വർഗം വരുമ്പോൾ എടുക്കപ്പെടുന്നത്. ഹല്ലേലൂയ സ്തോത്രം. കൂട്ടത്തിൽ സ്തോത്രം പറഞ്ഞാലോ, കൂട്ടത്തിൽ ഹല്ലേലൂയ പാടിയാലോ, കൂട്ടത്തിൽ ആരാധിച്ചാലോ എപ്പോഴും ഓർത്തോണം പ്രിയമുള്ളവരെ, എന്റെ വിളക്കിലെ എണ്ണ കുറഞ്ഞു പോയോ? ഞാനൊന്ന് പുനഃപരിശോധന നടത്തണം. എന്റെ വിളക്കിലെ എണ്ണ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വില കൊടുത്തത് വാങ്ങി നിറച്ചുകൊള്ളണം. അതെന്താണ്? ഉടൻ തന്നെ താണിരുന്ന് കർത്താവേ എന്റെ വിളക്കിലെ എണ്ണ കുറഞ്ഞു പോയി, നീ അത് പകർന്നു തരണം. കാരണം ഹല്ലേലൂയ ഇത് കുറഞ്ഞു പോയാൽ രാത്രിയിലോ ഹല്ലേലൂയ ഹല്ലേലൂയ 1-ാം യാമത്തിലോ 2-ാം യാമത്തിലോ എപ്പോഴാണ് അവൻ വരുന്നത് ഹല്ലേലൂയ അറിയാതെ, ഹല്ലേലൂയ 4-ാം യാമത്തിലോ അറിയാതെ ഇരിക്കൊണ്ട് ഉണർന്നിരുന്ന് ഹല്ലേലൂയ സ്തോത്രം വിളക്ക് കത്തിയവരായി കാത്തിരിക്കുന്ന തന്റെ മക്കളെ ഹല്ലേലൂയ കൊണ്ടുപോകാനാണ് അവൻ വരുന്നത്. സ്തോത്രം ഹല്ലേലൂയ. അതുകൊണ്ട് ഈ രാത്രിക്കാലം പ്രിയമുള്ളവരെ ഓർത്തുകൊള്ളണം, ആരെയാണ് കർത്താവ് കൊണ്ടുപോകാൻ വരുന്നത്? ഈ ശബ്ദം കേൾക്കുന്നത് എങ്ങനെയാണ്? ഈ ഹല്ലേലൂയ ശക്തിയുള്ളവനെ ശക്തി കേൾക്കത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. ഓർക്കണം, ആത്മാവിന്റെ ശക്തിയുള്ള ഒരു ഹല്ലേലൂയ വ്യക്തിക്ക് മാത്രമേ കർത്താവിന്റെ കാഹളത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ അല്പമായ ആരാധന ഹല്ലേലൂയ ആത്മാവിന്റെ ശക്തി കൊണ്ട് അത് കേൾക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ ഓർത്തു നോക്കണം. ഹല്ലേലൂയ സ്തോത്രം. കഴുകൻ ഉയരത്തിലേക്ക് പറക്കും, പക്ഷെ അവന്റെ ഒരു ഹല്ലേലൂയ ചിറകൊന്ന് മുറിച്ച് അവൻ ഹല്ലേലൂയ ഒട്ടും പറക്കത്തില്ല കേട്ടോ. ഹല്ലേലൂയ ശക്തിയുണ്ട്, പക്ഷേ ചിറക് പോയെങ്കിൽ പോയി. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ എപ്പോഴും ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ വിളക്ക് കത്തിയും ഹല്ലേലൂയ ഒരുക്കമുള്ളവരായി ഹല്ലേലൂയ ആരാധന ശക്തി കൊണ്ട് അരമുറിക്കുകയും വിളക്ക് കത്തിയും ഹല്ലേലൂയ പ്രത്യാശയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ ഇല്ലായെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ ഹല്ലേലൂയ എടുക്കപ്പെടത്തില്ല. നമ്മൾ എത്ര നട്ടോട്ടം ഓടിയാലും, ഏതെല്ലാം യോഗം കൂടിയാലും, ഏതെല്ലാം കൂട്ടായ്മ കൂടിയാലും, എവിടെയെല്ലാം എന്തെല്ലാം ചെയ്താലും ഈ കർത്താവിന്റെ ശക്തി നമ്മളിലുണ്ടോ? ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിലുണ്ടോ? അത് വണ്ടിയിലിരുന്നാൽ ഹല്ലേലൂയ, അത് വീട്ടിലിരുന്നാൽ, അത് ഹല്ലേലൂയ പ്ലെയിനിലിരുന്നാൽ, അത് ട്രെയിനിലിരുന്നാൽ, അത് റൂട്ടിൽ നിന്നാൽ, അത് കടയ്ക്കകത്ത് നിന്നാൽ, എവിടെയും ഹല്ലേലൂയ പ്രിയന്റെ വരവിൽ എടുക്കപ്പെടും. കാരണം ഹല്ലേലൂയ അവന്റെ ശക്തി എന്റെ കൂടെ, അവന്റെ ശക്തി നിങ്ങളുടെ എല്ലാം കൂടെ. ഹല്ലേലൂയ എങ്കിൽ അവന്റെ വരവിൽ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ തീർച്ചയായിട്ടും ഹല്ലേലൂയ ആത്മാവ് പറയും, ഇതാ ഞാൻ വരുന്നു, നീ ഒരുക്കമുള്ളവരായിരിക്കെ. ഹല്ലേലൂയ ശബ്ദം കേൾക്കാൻ എന്റെ ഹല്ലേലൂയ ശരീരത്തിലുള്ള ആത്മശക്തിയുടെ ആഴം വേണം പ്രിയ. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. അല്പമായ ശക്തി കൊണ്ട് ഹല്ലേലൂയ അസ്വർഗീയ ശക്തി ഹല്ലേലൂയ 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 കാഹളം കേൾക്കാൻ സത്യമല്ല. സ്തോത്രം. ഓർക്കണം, ഹല്ലേലൂയ സ്തോത്രം. ആത്മമായ ആരാധന കൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഈ മതിൽ വീഴുകയല്ല. ഹല്ലേലൂയ ആരാധിക്കണം. ശക്തിയോട് ആരാധിച്ചെങ്കിലേ ഹല്ലേലൂയ മതിൽ വീഴത്തുള്ളൂ. എരിഹോ മതിൽ വീഴുവാൻ ശക്തിയോട് തന്റെ മക്കൾ ആരാധിച്ചു. ഹല്ലേലൂയ ശക്തി വേണം.
ശക്തിയില്ല എങ്കിൽ ആരാധിച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല പ്രിയമുള്ളവരെ. ആത്മാവിന്റെ ശക്തി വേണം, ആത്മാവിന്റെ പ്രവൃത്തി വേണം. ഹല്ലേലൂയ ഓർക്കണം. അനേക ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം അടിസ്ഥാനമില്ലാത്ത അർത്ഥമില്ലാത്ത ഹല്ലേലൂയ പല വചനങ്ങൾ ലോകത്തിൽ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. പല്ലൊക്കെ പറഞ്ഞ മാനുഷികമായ ശക്തിയുടെ അനുഭവത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഓർക്കണം, വചനം നിങ്ങൾ വീട്ടിൽ വന്ന് ചെന്ന് വായിക്കണം. ഹല്ലേലൂയ. ഈ വചനം എന്താണ്? അത് വിവേചിച്ചു തരുന്നത് പരിശുദ്ധാത്മാവ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ സ്തോത്രം. മനുഷ്യന് തോന്നുന്നത് പോലെ കൊട്ടിപ്പറയുവാനുള്ളതല്ല ഈ വചനം. ഓർക്കണം, ഈ വചനമോ അത് ആത്മാവിനാൽ വിവേചിച്ച് അതിന്റെ ആഴവും ഉയരവും വീതിയും നീളവും ആരാഞ്ഞ് വിവേചിച്ചു തരുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. അത് നമ്മൾ പ്രാപിച്ചെടുത്തുകൊള്ളണം. ആത്മാവിന്റെ ശക്തിയിലാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്. ഇന്ന് രാത്രിക്കാലം ഞാനും നിങ്ങളും പ്രാപിച്ചിരിക്കുന്ന ആത്മശക്തിയുടെ ആഴം നിങ്ങൾ മനസ്സിലാക്കണം. ഇല്ലായെങ്കിൽ നിങ്ങൾ സമയമുള്ളപ്പോൾ വീട്ടിലിരുന്ന് കർത്താവിന്റെ ആത്മാവിനെ പ്രാപിച്ചെടുക്കണം. ശക്തിയോടത് പ്രാപിച്ചെടുക്കണം, വിടുതലോടത് പ്രാപിച്ചെടുക്കണം. കർത്താവിനോട് ചോദിക്കണം, ഞാൻ ഹല്ലേലൂയ സ്തോത്രം, ഈ ആത്മാവിന്റെ ശക്തി എങ്ങനെയാണ്? ഞാൻ ഹല്ലേലൂയ എനിക്ക് ആത്മാവിന്റെ ശക്തി കിട്ടിയ സമയം ഞാൻ ഹല്ലേലൂയ എങ്ങനെ ചോദിക്കുമായിരുന്നു, കർത്താവേ സ്തോത്രം, നിന്റെ വചനത്തിലുണ്ടല്ലോ ഇന്ന ശക്തി കൊണ്ട് ഇന്നത് ചെയ്യാമെന്ന്, നിന്റെ ശക്തി ഇന്നത് ചെയ്തെന്ന്, എങ്കിൽ എനിക്കതൊന്ന് വെളിപ്പെടുത്തി തരണം, എങ്കിൽ മാത്രമേ എനിക്ക് വിശ്വസിക്കാൻ കഴിയുള്ളൂ നിന്റെ ആത്മാവ് എന്നെ ഭരിക്കുന്നതെന്ന്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഒരുത്തനത നിന്റെ ഹല്ലേലൂയ കർത്താവിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ അവന്റെ മുൻപില് എന്റെ കർത്താവിന്റെ ആത്മാവെന്ന് വെളിപ്പെടുത്തുവാൻ തക്ക ശക്തി വേണം എനിക്ക്. ഇല്ല എങ്കിൽ എനിക്ക് വേണ്ട. സ്തോത്രം. ഹല്ലേലൂയ. ലോകത്തിൽ പല ശക്തികളുള്ളപ്പോ എന്റെ കർത്താവിന്റെ ശക്തിയുടെ ആഴമ നമുക്ക് ഓരോരുത്തർക്കും പ്രിയമുള്ളവരെ വേണ്ട. ഇല്ലായെങ്കിൽ നമുക്ക് എന്തിനാ? സ്തോത്രം. ഹല്ലേലൂയ. ആ ശക്തിയാണ് നമ്മൾ പ്രാപിച്ചെടുക്കേണ്ടത്. ആത്മാവിനെയാണ് നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ. ലോകത്തിലുള്ള ആത്മാക്കളെ ഒന്നും നമുക്ക് ആവശ്യമില്ല. അത് ദൈവമക്കൾക്കുള്ളതല്ല. സ്തോത്രം. ദൈവമക്കൾക്കുള്ളത് യേശു കർത്താവിന്റെ ഹല്ലേലൂയ ആത്മാവിനെയാണ്. എന്റെ ആത്മാവിനെ ഹല്ലേലൂയ ഹല്ലേലൂയ പരിശുദ്ധാത്മാവാൻ ദൈവത്തിന്റെ ആത്മാവ്, കർത്താവിനെ ഉയർപ്പിച്ച ആത്മാവ്. സ്തോത്രം. ലാസറിനെ ഉയർപ്പിച്ച ആത്മാവ്. ഹല്ലേലൂയ ഹല്ലേലൂയ. കോട്ടകളെ തകർക്കുന്ന ആത്മാവ്, കുന്നുകളെയും പർവ്വതങ്ങളെയും ഉരുക്കുന്ന ആത്മാവ്. അതിനെയാണ് നമുക്ക് ആവശ്യം. അതില്ലേ പിന്നെന്തിനാ? അതില്ലെങ്കിൽ പിന്നെ നമുക്ക് ആവശ്യമില്ല. സ്തോത്രം. ആത്മാവ് ഉണ്ടെന്ന് ഞെളിയുവാനല്ല പ്രിയമുള്ളവരെ, ഏത് ഘട്ടത്തിലും ജയിച്ചു മുന്നേറുവാൻ ഈ ആത്മശക്തി നമുക്ക് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഓരോരുത്തർ ശത്രുവിനെ വെടിവെച്ചതായിട്ട് ഹല്ലേലൂയ ഇഷ്ടമുള്ളപ്പോ വെടിവെച്ച് കൊല്ലുക. സ്തോത്രം. ഹല്ലേലൂയ. ഓർക്കണം, ഹല്ലേലൂയ ഈ വെടിയുണ്ടേക്കാൾ ശ്രേഷ്ഠകരമായതാണ് നമ്മുടെ കർത്താവിന്റെ ആത്മാവ്. അവന്റെ വെടിയുണ്ടേ അപ്പോൾ തന്നെ തകർത്തു കളയുവാൻ ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഈ ആത്മാവിനെ ഓർക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഏത് സൈന്യം വന്നാലും ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ നിലം പരിചയാകുന്ന ഈ ശക്തിയുടെ മുൻപില് നമ്മൾ ഹല്ലേലൂയ പ്രിയമുള്ളവരെ നമ്മളെ ശക്തിയെ പ്രാപിക്കണമേ. എങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിലെ കാഹളം കേൾക്കുവാൻ കഴിയത്തുള്ളൂ. നാം അവരോടുകൂടെ എടുക്കപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. അവനെ അവർ ഹല്ലേലൂയ ഇറക്കിക്കൊണ്ടുവന്ന് ഹല്ലേലൂയ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് വെച്ചു. ഈ ഹല്ലേലൂയ ദുഷ്ടന്മാരെ നോക്കിയിരിക്കുക, ശാസ്ത്രിമാരും പുരോഹിതന്മാരും ഇവരെന്താ ചെയ്യാൻ പോകുന്നതെന്ന്. പക്ഷെ ഒരു കാര്യമുണ്ട്, കർത്താവിന് ഒരു ഭയവുമില്ല. കാരണം സർവശക്തനായ ദൈവം എന്തിനാണ് ഇവരെ ഭയപ്പെടുന്നത്? ഹല്ലേലൂയ. ശക്തി അവരോട് കൂടെയുണ്ട്. അവൻ പറഞ്ഞു ഹല്ലേലൂയ ദൈവം ഒരുവനല്ലാതെ. അവൻ പറഞ്ഞു നിന്റെ പാപം മോചിക്കട്ടെ. പാപമാണ് രോഗം. രോഗം വരുന്നെങ്കിൽ പ്രിയമുള്ളവരെ ഞാൻ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം, എനിക്കൊരു രോഗം വന്നാൽ ഞാൻ ആദ്യമേ കർത്താവേ എന്റെ അതിക്രമം എന്താണ്, എന്റെ പാപം എന്താണ്, കർത്താവേ അത് നീ വെളിപ്പെടുത്തണം. എന്റെ പാപം എന്താണ്, എന്റെ ജീവിതത്തിലെ അതിക്രമം എന്താണ്, എന്തുകൊണ്ടാണ് എനിക്ക് ഈ രോഗം വരുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് ഈ പ്രതികൂലം വന്നിരിക്കുന്നത്? ഞാൻ നിന്റെ ദാസിയാണ്, ഞാൻ നിന്റെ മകളാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എനിക്കിത് വരാൻ കാരണം ഏതെങ്കിലും പാപം എന്നിൽ വന്നതാണെങ്കിൽ ഹല്ലേലൂയ ഈ സമയം പാപം എന്നായിരുന്നാലും ഞാൻ ഓർക്കുന്നില്ലെങ്കിലും കർത്താവെ അങ്ങ് ഓർത്ത് എനിക്ക് വിടുതൽ കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഓർക്കണം
അതൊരു മഹാ തടസ്സമാണ് പ്രിയമുള്ളവരെ. നമ്മളെ തളർത്തുന്ന ഒരു അത്ഭുത രോഗമാണ് പാപം. നമ്മളെ നശിപ്പിക്കുന്ന ഒരു ഹല്ലേലൂയ സ്തോത്രം, ഒരു ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു ശത്രുവാണ് ഈ പാപം. അതിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിന്റെ മേൽ ജയമെടുത്താൽ ഞാനും നിങ്ങളും ജയഭേരി മുഴക്കി ഈ ലോകത്തിൽ പാർക്കുവാൻ നമുക്ക് കഴിയും. ഇല്ല എങ്കിൽ നമ്മളെന്നും രോഗവും ബാധയും ബാധിച്ച് വ്യാധി ബാധിച്ച് നമ്മുടെ ജീവിതം വല്ലാത്ത കുഴച്ചിലേക്ക് പോകും. പാപം തിരിച്ചറിയണം. നമ്മൾ ഏത് പാപമാണ് നമ്മളെ പിടിച്ചിരിക്കുന്നത്, ആ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കണം, മോചനം പ്രാപിക്കണം. നമ്മൾ അവിടെ രോഗത്തിന് വിടുതൽ കിട്ടും. സ്തോത്രം. കർത്താവ് പറഞ്ഞു നിന്റെ പാപം മോചിക്കട്ടെ, പാപം മോചിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ പക്ഷപാതക്കാരൻ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ഓർക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഡോക്ടർ ഹല്ലേലൂയ നോക്കിയാൽ പാപം വെളിപ്പെടുമോ? സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്തെ ഏതംശത്തിനെങ്കിലും ഈ പാപത്തെ മോചിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ആർക്കെങ്കിലും ഈ പാപത്തിന് മേലെ അധികാരം കൊടുത്തിട്ടുണ്ടോ? ഹല്ലേലൂയ ഇല്ലവേ ഇല്ല. സ്തോത്രം. ഏതെങ്കിലും ദൈവത്തിന് ഈ പാപവും ഒന്ന് മോചിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ ആർക്കും കഴിയത്തില്ല. ഇന്നത്തെ ലോകത്തിലെ ഒരു ദൈവങ്ങൾക്കും കഴിയത്തില്ല. എന്റെ യേശു കർത്താവിനല്ലാതെ പാപത്തിന് മോചനം കൊടുക്കുവാൻ ഒരു ദൈവങ്ങളുമില്ല. ഹല്ലേലൂയ സ്തോത്രം. പുരാണങ്ങളിൽ എങ്ങും ഒരു ദൈവത്തിന്റെ പേരും പറഞ്ഞിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനുഷ്യരുടെ പാപത്തിന് വേണ്ടി ഹല്ലേലൂയ യേശു കർത്താവല്ലാതെ ഒറ്റ ഒരു ദൈവങ്ങളും രക്തം ചൊരിഞ്ഞിട്ടില്ല. സ്തോത്രം. ആ രക്തത്തിന്റെ വിലയേറിയ ആ വിലയാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങൾ. സ്തോത്രം. എങ്കില് ഈ രക്തത്തിന്റെ ശക്തി നമ്മൾ ഉള്ളെടുത്തോളൂ. ഈ പാപം നമ്മളെ കടന്നാൽ നമ്മളെ രോഗത്തിലാക്കുമെന്ന് വ്യക്തമായി ഈ രാത്രികാലം ആത്മാവ് വിളിച്ചു പറഞ്ഞു. ഓർക്കണം. രോഗത്തിന്റെ ലക്ഷണം വരുമ്പോഴേ ഓർക്കണം ഏതാണ് എന്റെ പാപം. എന്റെ പാപത്തിൽ നിന്ന് കർത്താവേ എന്നെ വിളിപ്പിച്ച് എന്റെ രോഗത്തെ സൗഖ്യമാക്കണമേ. ഹല്ലേലൂയ സ്തോത്രം. പറഞ്ഞതിന്റെ പാപം മോചിച്ചു. നീ ഹല്ലേലൂയ സൗഖ്യമാക്കാൻ പറഞ്ഞു. പക്ഷപാതക്കാരൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോയി. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നൊരു രോഗിയെ കൊണ്ടുവന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റലില് വലിയ ഹല്ലേലൂയ സകല ഹല്ലേലൂയ അറിവും ബുദ്ധിയും ജ്ഞാനവും സകല ഹല്ലേലൂയ ഹല്ലേലൂയ ശ്രേഷ്ഠനായ ഒരു ഡോക്ടറെ കാണിച്ച് ഹല്ലേലൂയ ഡോക്ടർ പറയുമോ നീ ആരെ കിടക്കി എടുത്തോണ്ട് പൊക്കോളാം. കാരണം പുള്ളി ആ മരുന്നുകളെല്ലാം പിന്നെ പല പല ടെസ്റ്റുകൾക്ക് നമ്മളെ വിധേയരാക്കും. ഹല്ലേലൂയ. ഒന്നും കഴിയാതെ വരുമ്പോ വയറ് 10 കീറും. ഹല്ലേലൂയ. അല്ലെങ്കിൽ എവിടൊക്കെ കീറാമോ അവിടൊക്കെ കീറി നോക്കും എന്താണ് ഉള്ളിലെ അസ്വസ്ഥത. ഹല്ലേലൂയ. വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ദൃഷ്ടി ഒറ്റ നോട്ടം നോക്കിയാൽ മതി നിന്റെ ഉള്ളിലെ ആ സ്വസ്ഥത എന്താണെന്ന് നല്ലതുപോലെ വെളിപ്പെടുത്തി തരും പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അവന്റെ ദൃഷ്ടി ആഴങ്ങളെ തുളച്ചു കയറുന്നതാ. സ്തോത്രം. ഹല്ലേലൂയ. അസ്ഥിപാഞ്ജലങ്ങളില് നിന്റെ ഏത് രോഗമാണെങ്കിലും അത്ഭുത വിടുതൽ കിട്ടും. പക്ഷെ ഒരു കാര്യമുണ്ട്, തടസ്സമായി നിൽക്കുന്ന പാപത്തെ ഏറ്റുപറഞ്ഞ് സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. പാപത്തിൽ ഒരു മൂടി വെച്ചിട്ട് പാപം ഒരു സൈഡിലോട്ട് മൂടി വെച്ചിട്ട് ഞാൻ ഭക്തനെന്ന് നടിച്ചാൽ സ്വർഗത്തിൽ വിടുതൽ കിട്ടത്തില്ല. അത് കിട്ടണമെങ്കിൽ ഈ ലോകത്തിൽ എവിടെങ്കിലും പോയാൽ ഹല്ലേലൂയ ഹല്ലേലൂയ അല്പമായത് കിട്ടും, വിടുതൽ കിട്ടും കേട്ടോ. ഹല്ലേലൂയ. അത് പല വിധത്തില് ഹല്ലേലൂയ നമുക്ക് തോന്നാം. പക്ഷെ പൂർണ്ണമായ വിടുതൽ ജീവിതത്തിൽ കിട്ടത്തില്ല. അത് മുഖാന്തരം ഹല്ലേലൂയ ജീവിതം തകർന്നു പോകല്ലാതെ ഈ രാത്രിക്കാലം ഓർക്കണമേ. ഹല്ലേലൂയ വിശ്വാസത്തിന്റെ സ്ഥിരത വർദ്ധിപ്പിച്ച് ശക്തിയോടെ കർത്താവിന്റെ സന്നിധിയില് അവന്റെ ഹല്ലേലൂയ തേജസ്സോടെ നിന്നാൽ സ്വർഗരാജ്യത്തിൽ കടക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടപ്പാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. ഈ കടന്ന് ഹല്ലേലൂയ പരാക്രമം കാണിക്കുന്ന ആർക്കും ഹല്ലേലൂയ സ്വർഗത്തിലോട്ട് കിടക്കാൻ സാധ്യമല്ല പ്രിയമുള്ളവരെ. അവിടെ ഈ തരത്തിലൊന്നും കടക്കുന്ന കാര്യമില്ല. എത്ര വ്യക്തപ്പെട്ട ഈ പക്ഷപാതക്കാരനെ കർത്താവിന്റെ അടുക്കലോട്ടൊന്ന് കൊണ്ടെത്തിച്ചതെന്ന് കൊണ്ടുപോയവരോട് ചോദിക്കണം, പക്ഷപാതക്കാരനോട് ചോദിക്കണം. അവൻ എത്ര ഹല്ലേലൂയ കഷ്ടപ്പാടോടാണ് ആ കർത്താവിന്റെ പാദത്തിൽ കടന്നു ചെന്നതെന്ന്. ഹല്ലേലൂയ. കടന്നു ചെന്നപ്പോൾ തന്നെ കർത്താവിനറിയാം ഇവന്റെ പാപമായി ഇവനെ തളർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ആ നല്ല ഡോക്ടർക്കറിയാം, ആ നല്ല വൈദ്യനറിയാം നിന്റെ രോഗം എന്താണെന്ന്. ഹല്ലേലൂയ സ്തോത്രം. ഈ രോഗം മറച്ചു വെച്ചുകൊണ്ടിരുന്ന അനേകര് ഹല്ലേലൂയ നിൽക്കുന്ന നിപ്പില് മേളിലും താഴെ പന്തടിക്കുന്നവരങ്ങ് അടിച്ചോളുക. എന്തിനാ? സ്തോത്രം. സ്വർഗത്തിനോട് ഒറ്റ വിളിക്കങ്ങ് പോകാന് ഒരുങ്ങിക്കിടന്നങ്ങ് ഭയങ്കര ആത്മ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഏത് വഴിക്കൂടെ ശുശ്രൂഷ ചെയ്താലും
ദൈവത്തിന്റെ സന്നിധി ചെല്ലണമെങ്കിൽ നിന്റെ പാപം മോചിച്ച് നീ പാപമോചനമുള്ളവനായി ഉള്ളവനായി തീരാതെ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ എത്താൻ കഴിയത്തില്ല. അവിടെ ഒരു റെക്കമെന്റ് കൊണ്ട് ചെല്ലാൻ പറ്റത്തില്ല. നിന്റെ ഹല്ലേലൂയ ക്വാളിഫിക്കേഷൻ ഒന്നും അവിടെ ആവശ്യവുമില്ല. സ്തോത്രം. ഹല്ലേലൂയ ചെല്ലണമെങ്കിൽ നിന്റെ സകല പാപവും മോചിക്കപ്പെട്ടവരായി കടന്നു ചെല്ലണം. അവിടെയാണ് സ്തോത്രം. അവിടെയാണ് നിനക്ക് സ്വർഗരാജ്യത്തിന് ഹല്ലേലൂയ സ്ഥാനം വരുന്നത്. ഇല്ല എങ്കിൽ നിത്യതയിലോട്ട് കടക്കാൻ അങ്ങോട്ട് ചെല്ല. ഹല്ലേലൂയ ഇവിടുത്തെ പോലീസുകാർ തൊട്ടൊന്നും അല്ല അവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ നീ ഹല്ലേലൂയ വഴിക്കോട്ട് തിരിയുമ്പോഴേ അറിയാം ഈ വരുന്നത് ആരാണെന്ന്. നിന്റെ പാപത്തിന്റെ കറ ഹല്ലേലൂയ അപ്പോൾ തന്നെ വെളിപ്പെടും. ഈ വഴി ഇതല്ല, നിനക്ക് പോകേണ്ട വഴി അതാണ്. കടന്നു പോയിക്കൊള്ളാൻ പറയും. പാപത്തിന്റെ വഴിയിലേക്ക് കടന്നു പോകുന്ന വേറൊരു വഴിയുണ്ട്. ഹല്ലേലൂയ നാശത്തിന്റെ ഹല്ലേലൂയ വഴിയോ ഹല്ലേലൂയ നിത്യതയോ ഏതാണ് ആവശ്യം? ഇന്ന് രാത്രിക്കാലം പ്രിയമുള്ളവരെ നമ്മൾ തിരഞ്ഞെടുക്കണം. ഹല്ലേലൂയ അല്ലാതെ പൊടിപൊടിപ്പം പ്രസംഗം പറഞ്ഞതുകൊണ്ടോ എന്തെല്ലാം ഹല്ലേലൂയ കാട്ടിക്കൂട്ടിയിട്ട് വചനത്തിന്റെ ആഴം വിളിച്ചു പറഞ്ഞ് മനുഷ്യനെ കബളിപ്പിക്കുന്ന ലോകമാണ് ഇന്നത്തേത്. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. ഓർക്കണമേ ഹല്ലേലൂയ ഈ ഹല്ലേലൂയ പ്രവചനം കൂടുതൽ പറഞ്ഞതുകൊണ്ടോ ഒരുപാട് അത്ഭുത പ്രവൃത്തി പ്രവർത്തിച്ചതുകൊണ്ടോ ഒന്നും സ്വർഗരാജ്യത്തോട് കടക്കുമെന്ന് ഞാനും നിങ്ങൾ വിശ്വസിക്കരുത്. കർത്താവുമായിട്ടുള്ള ബന്ധം പാപത്തെ ഹല്ലേലൂയ എന്നേക്കുമായി ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ ആ ഹല്ലേലൂയ കാഴ്ചവട്ടിൽ ഹല്ലേലൂയ എന്നേക്കുമായി ഹല്ലേലൂയ സമർപ്പിച്ചേൽപ്പിച്ച് നീക്കിക്കളയണം. ഹല്ലേലൂയ ഒരു ശകലം പോലും പാപമുണ്ടെങ്കിൽ സ്വർഗരാജ്യത്തിൽ ചെല്ലത്തിൽ. അതിനാണ് നീ മാനസാന്തരപ്പെടാൻ, എന്നും മാനസാന്തരപ്പെടാൻ. പക്ഷേ ഹല്ലേലൂയ രക്ഷ ഒരിക്കലേ ഉള്ളൂ. എന്നും മുക്കിനും മൂലയ്ക്കും നിന്ന് രക്ഷപ്പെടാമെന്ന് ആയിരിക്കരുത്. ആര് പറഞ്ഞാലും രക്ഷിക്കപ്പെടാൻ എഴുന്നേക്കുന്ന കുറെ പേരുണ്ട് ഇന്ന്. ഹല്ലേലൂയ രക്ഷ ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ. മാനസാന്തരമോ നീ മരിക്കുന്നിടം വരെ ചെയ്യാം. മാനസാന്തരപ്പെടാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് നിന്റെ പാപം മോചിച്ച് നിന്നെ സ്വർഗത്തിൽ കൈക്കൊള്ളുന്ന ദിവസമായിരിക്കും. നിന്റെ രോഗമെല്ലാം ഹല്ലേലൂയ ഒഴുകിപ്പോകും. കാരണം ഈ പാപമാണ് നിന്നെ രോഗിയാക്കിയിരിക്കുന്നത്. ഏത് രോഗമാണെന്ന് നിന്നെ ബാധിച്ചിരിക്കുന്നത്? ക്യാൻസറാണോ? ഹല്ലേലൂയ അൾസറാണോ? ഹല്ലേലൂയ 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 ഏത് രോഗമായിരുന്നാലും ഇന്ന് സൗഖ്യം വരാൻ ആരാഗ്രഹിക്കുന്നു അവർക്ക് വേണ്ടി സൗഖ്യത്തിന്റെ കരം കർത്താവ് നീക്കുകയാണ്. പക്ഷെ ഒറ്റ കാര്യം നിന്നിലുള്ള പാപത്തെ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ തന്നെ മോചനം പ്രാപിക്കണം. നിന്റെ ഒറ്റ പാപം പോലും അത് അങ്ങോട്ട് മാറ്റി വെക്കുവാനുള്ളതല്ല. നീ ഒറ്റ പറഞ്ഞ് ക്ഷമ ചോദിക്കണമെങ്കിൽ ആ പ്രിയനിൽ നിന്ന് നിന്നെ മോചിച്ച് നിന്റെ രോഗത്തിന് സൗഖ്യം തരുവാൻ പോവുകയാണ്. നിന്റെ നിരാശ മാറ്റാൻ പോവുകയാണ്. നിന്റെ കടഭാരം നീക്കാൻ പോവുകയാണ്. നിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ നീ പ്രത്യാശയുള്ളവനാക്കി തീർക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ ഡോക്ടർമാർക്ക് നിനക്ക് തരുവാൻ കഴിയത്തില്ല ഹല്ലേലൂയ രോഗസൗഖ്യം. പക്ഷെ കർത്താവിന് നിനക്ക് തരാം. കാരണം ഹല്ലേലൂയ ഈ പാപമാകുന്ന അർബുദ രോഗത്തെ, ഈ പാപമാകുന്ന ഹല്ലേലൂയ 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 അൽസറിനെ, ഈ പാപമാകുന്ന ഹല്ലേലൂയ തളർച്ചയെ നീക്കുവാൻ സർവശക്തനായ കർത്താവിന്റെ ഹല്ലേലൂയ സാന്നിധ്യം കടന്നു വന്നിട്ടുണ്ട്. ഈ രാത്രി ഏൽപ്പിച്ചു കൊടുക്കുന്നു. അത്ഭുത വിടുതൽ അത്ഭുത സൗഖ്യം കർത്താവ് കൽപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ പ്രിയമുള്ളവരെ, പക്ഷപാതക്കാരന് അനവധി പ്രതികൂലങ്ങളുണ്ടായിരുന്നെങ്കിലും അവൻ കടന്നു എന്ന് കർത്താവിന്റെ അടുക്കൽ അവനോട് പറഞ്ഞു, നീ നിന്റെ പാപം മോചിക്കപ്പെട്ടു, നീ സൗഖ്യമായി, നീ വിടുതലായി, നീ ഭാരപ്പെടണ്ട. അവൻ ഹല്ലേലൂയ അവനോട് പറഞ്ഞു, നിന്റെ കിടക്കയെടുക്ക, ഹല്ലേലൂയ കിടക്കയെടുത്ത് നീ വീട്ടിലേക്ക് പോകാം. ഇനിയും നീ ഹല്ലേലൂയ രോഗിയല്ല. കാരണം ഇന്ന് വരെയും അവനെ തളർത്തിയിട്ട പാപം കർത്താവായ മോചിച്ച് പ്രിയങ്ങളെ എന്നെയും നിങ്ങളെയും ഏത് വിധത്തിലാണ് തളർത്തിയിരിക്കുന്നത്? ഹല്ലേലൂയ കഷ്ടത്തിലാണോ? ഹല്ലേലൂയ ധനം നഷ്ടത്തിൽ പോയതാണോ? അതോ രോഗത്തിലാണോ? അതോ ഹല്ലേലൂയ മക്കളെ കുറിച്ചുള്ളതാണോ? ഏത് വിഷയമായിരുന്നാലും ഹല്ലേലൂയ കുടുംബത്തിന്റെ ഏത് കാര്യമായിരുന്നാലും ഹല്ലേലൂയ അതിലെല്ലാം ഈ പാപത്തിന്റെ ഹല്ലേലൂയ കറ ബാധിച്ചിട്ട് വിവിധ രൂപത്തില് ഹല്ലേലൂയ ജീവിതത്തെ തകർത്ത് കളയുവാൻ പാപം അതിന്റെ വിവിധ വേഷമെടുത്തുകൊണ്ട് വിവിധ ഹല്ലേലൂയ രീതിയില് പോരാടുമ്പോൾ പാപത്തോട് ഇന്ന് രാത്രിക്കാലം ഹല്ലേലൂയ വിടുതല് പറഞ്ഞ് പാപത്തോട് ഹല്ലേലൂയ പാപമേ നിനക്കിനിയും എന്റെ മേൽ അവകാശമില്ല.
പാപത്തിൽ നിന്നൊരു മോചനം പ്രാപിക്കാൻ നമുക്ക് ഇന്ന് രാത്രിക്കാലം എങ്കിൽ സകലത്തിന്റെ രാത്രിക്കാലം നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ നമ്മളെ വിടിവിക്കുന്ന ദൈവമായിട്ടുണ്ട്. നമ്മുടെ പാപത്തെ മോചിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഏത് പാപമാണ് ഞങ്ങളെ കർത്താവേ നിരാശരാക്കുന്നത്, ഞങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറുവാൻ കഴിയാതെ വന്നിരിക്കുന്നത്, ഞങ്ങളുടെ കർത്താവെ പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്നത്, ആലേലിയ ഞങ്ങളെ രോഗികളാക്കുവാൻ ആലേലിയ പോരാടുന്നത്, ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മഹത്യ മുന്നേറാൻ കഴിയാത്തത്, ആലേലുയ ഒന്നിനു മുറുകെ ഒന്നായി ആലേലുയ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഈ പ്രതികൂല ആലേലിയ ഈ പ്രതിബന്ധങ്ങള്, ഈ പോരാട്ടങ്ങള്, ഈ രോഗബന്ധനങ്ങൾ എന്താണ് കർത്താവേ? ഇത് ഞങ്ങളുടെ ഏത് പാപമാണ്? ഞങ്ങൾക്ക് മറഞ്ഞിരിക്കുന്ന പാപത്തെ പോക്കി ഞങ്ങളെ മോചിക്കണമേ. സ്വമേധ പാപങ്ങളെ നീക്കി ഞങ്ങളെ കാക്കണമേ. രഹസ്യം പരസ്യമായി ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് ആരുമായി രാത്രിക്കാലം ഏറ്റു പറയുന്നു. അവർക്കിന്ന് വിടുതലിന്റെ രാത്രിക്കാലമാണ്. അവർക്കിന്ന് വിടുതലിന്റെ രാത്രിക്കാലമാണ്. വിടുതൽ വിജയത്തിന്റെ രാത്രിക്കാലമാണ്. അനുഗ്രഹത്തിന്റെ രാത്രിക്കാലമാണ്. ഹല്ലേലൂയ. നമുക്ക് ഈ ഹല്ലേലൂയ കർത്താവിനോട് നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയാം. ഹല്ലേലൂയ. ഞാൻ സ്വർഗത്തോടും അപ്പനോടും പാപം ചെയ്തു, അനിഷ്ടമായ ഹല്ലേലൂയ പ്രവർത്തിച്ചു. എന്നാൽ ഇന്ന് രാത്രിക്കാലം നീ വിടുതൽ തരണം. ഹല്ലേലൂയ. രോഗത്തിന് സൗഖ്യം തരണം കർത്താവേ. എന്റെ നിരാശയ്ക്ക് ഹല്ലേലൂയ, എന്റെ ഹല്ലേലൂയ ശത്രുവിന്റെ കയ്യിൽ നിന്ന് ഹല്ലേലൂയ സ്തോത്രം. വിവിധമായ രീതിയിൽ ഞാൻ കഷ്ടപ്പെടുന്നു. ഇതിന്റെ കാരണമെന്ന് ഞാൻ അറിയുന്നില്ല. നീ അറിയുന്നത് എന്റെ പാപമാണെങ്കിൽ എന്നെ വിടുവിക്കണം. ഹല്ലേലൂയ. എനിക്ക് മോചനം തരണം. ഞാൻ നിന്റെ പാദത്തിൽ വീഴുകയാണ് കർത്താവേന്ന് ആരേറ്റ് പറയുന്നു. അവർക്കിന്ന് വിടുതലിന്റെ രാത്രിക്കാലമാണ്. ആലക്കാലം നമ്മളോടുകൂടെ പ്രിയമുള്ളവരെ പരിശുദ്ധാത്മ നമ്മളോട് ഓരോരുത്തരോട് സംസാരിച്ചിരിക്കുകയാണ്. ഈ രാത്രിക്കാലത്ത് ദൂരത്തിലായും സമീപത്തിലായും കേട്ടിരിക്കുന്ന സകലയും സ്വർഗം അനുഗ്രഹിക്കട്ടെ, വിടുവിക്കട്ടെ. അവിടെ എല്ലാം സ്വർഗത്തിലെ ആത്മാവിന്റെ ശക്തി വ്യാപരിച്ച് അവരുടെ വിഷയങ്ങളെ വിടുവിച്ച് കർത്താവെ അനുഗ്രഹത്തിലേക്ക് നടത്തണമേ. താവേ സൗഖ്യത്തെ സംരക്ഷിക്കുക. ഇന്ന് രാത്രിക്കാലം വിടുതൽ കർത്താവ് ആലേഖ കൽപ്പിച്ചാണ്. അതിനിവിടെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗമാരോഗ്യവും ബലവും കൊടുക്കണം. ഞാനിട്ടുന്ന എല്ലാ ഒച്ചടത്തിനെയും എല്ലാ ഓരികളെയും യേശു കർത്താവിന്റെ നാമത്തിൽ സ്വർഗം അവിടെ കൽപ്പിച്ചിരിക്കാൻ സ്തോത്രം. ആരോഗ്യവും ബലവും പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതാവശ്യമായിട്ട് താവേ ഞങ്ങളുടെ ആലേല്യ ഞങ്ങളുടെ മധ്യയായിരിക്കുന്നു. സ്വർഗം അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റി കൊടുക്കണം. അവരുടെ ആവശ്യം എന്തായിരുന്നാലും കർത്താവിലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നീട്ടിക്കാട്ട് അല്ലെ പല വ്യക്തപ്പാടോട് അപ്പന്റെ തൻ കടന്നു വന്നിരിക്കുകയാണ്. വിടുതലിന്റെ കരവുമായി അങ്ങ് കടന്നു വന്നിട്ടുള്ളത് കൊണ്ട് സ്തോത്രം. ഞാൻ കരുത്ത് ഞങ്ങളെ താഴ്ത്തുകയാണ്. ഒന്നുമില്ലെന്ന് സമ്മതിക്കുകയാണ്. ഇത്രത്തോളം കൂടെ ഇരുന്ന കർത്താവിന്റെ പൊന്നുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവെ അടുത്തൂരത്തും ചാരത്തും ഞങ്ങൾ ഹല്ലേലൂയ ഇവിടെ കടന്നു വന്നിട്ടുള്ള സകല ജനത്തെയും നിന്റെ കരത്തിലേൽപ്പിക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കണം, സഹായിക്കണം, സഭയെ അനുഗ്രഹിക്കണം കർത്താവേ. ഹല്ലേലൂയ. സഭയെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കണം. സ്തോത്രം. സഭാനിഗ്രഹത്താത്മാവിന്റെ അനുഗ്രഹത്താൽ നിറഞ്ഞു ശോഭിക്കുന്ന ഒരു സഭയാക്കി തീർക്കണം. ഹല്ലേലൂയ. ഹൂസ്റ്റൺ പട്ടണത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുട്ടിന്റെ ശക്തികളെ അകത്തുനിന്ന് പുറത്ത് അളവിനകത്ത് വെളിപ്പെടുത്തി ഒന്നടങ്കം കർത്താവിനെ ആരാധിച്ച് ദേശത്തെ അടക്കി പിടിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണം. ആകാത്തതിനെല്ലാം കർത്താവ് പുറത്തു കളയണമെന്ന് അടിയനോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനം ഹല്ലേലൂയ കർത്താവിനെ ആരാധിക്കാനും ദൈവത്തിന്റെ വരവിനായി ഒരുക്കപ്പെടുവാനും കർത്താവേ ഇടയാക്കണം. ഈ കോനത്തെ അനുഗ്രഹിക്കണം. പാർക്കുന്ന ദാസനെയും ദാസിയെയും തലമുറയെ അനുഗ്രഹിക്കണം. താവേ ഹല്ലേലൂയ. താവേ സ്തോത്രം. ഇന്നോയെയും കുടുംബത്തെയും കർത്താവേ പൈതലിനെയും അനുഗ്രഹിക്കണം. അതേ മാതാപിതാക്കന്മാരെ അനുഗ്രഹിക്കണം. താവേ സ്തോത്രം. കുട്ടിയെയും കുടുംബത്തെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം കർത്താവേ. ദൈവനാമത്തിന് ഇവരെല്ലാം അനുഗ്രഹിക്കുകയാണ്. യഹോവയാൽ അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. ഓമിനെ കുടുംബത്തെ അനുഗ്രഹിക്കണം. ഓമനെയും കുടുംബത്തെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കണം കർത്താവ്. അത് അവനെ അനുഗ്രഹിക്കണം. അവരെ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. താവേ ഞങ്ങളുടെ മധ്യത്തിൽ കടന്നുപോയ വിധിയോർത്ത് പ്രാർത്ഥിക്കുന്നു. അവന്റെ കർത്താവേ സകല ആത്മീയ പ്രവർത്തനത്തെ ദൈവം അനുഗ്രഹിക്കണം. ഇവിടെ നടക്കാൻ പോകുന്ന സുവിശേഷത്തെ ഹല്ലേലൂയ പ്രവർത്തനത്തെ അനുഗ്രഹിക്കണം. താവേ സ്തോത്രം. രാത്രികാലം അടിയങ്ങളെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കണം.
അനുഗ്രഹിക്കണം. ദൈവത്തിന് വേണ്ടി കർത്താവേ, ഹല്ലേലൂയ, നീതിയോടെ നിൽപ്പാൻ, നിഷ്കളങ്കതയോടെ നിൽപ്പാൻ, ഹല്ലേലൂയ, സ്വർഗമിടയാക്കണം കർത്താവേ. ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ കർത്താവേ നിന്റെ കരത്തിലേൽപ്പിക്കുകയാണ്. യാതൊരു തരത്തിലും കർത്താവേ നിന്റെ ഹല്ലേലൂയ സന്നിധി വിട്ട ഇടത്തോട്ടോ വലത്തോട്ടോ മുൻപോട്ടോ പിൻപോട്ടോ നീങ്ങാൻ ദൈവം അനുഗ്രഹിക്കണം. എന്റെ ദൈവം ഈ പട്ടണത്തെ താവേ സ്തോത്രം അനുഗ്രഹിക്കണം. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട പട്ടണമായി അന്യ ദൈവങ്ങളുടെ ശക്തികളും സകല അന്യ ആരാധനകളും ദൈവമക്കളായി ഞങ്ങളെ കാറ്റുകൊണ്ട് ആലയ ചതച്ചുകളെ തക്കവണ്ണം ആത്മശക്തിയോടെ ഞങ്ങളെ നിർത്തണമെന്നടിയാലും ഒറ്റക്കെട്ടായി നിന്ന് കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ നിങ്ങൾ സഹായിച്ചാട്ട് ദൈവകരുത്ത് ഞങ്ങളെ ഒരുമിച്ച് താഴ്ത്തുന്നു. ഈ വചനങ്ങളാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശത്രുവേ നീ കേട്ടു തന്നെ